വീട് തകർന്ന് വീണത്. ആ തെങ്ങ് വീണെടുക്കുന്നുണ്ട്, നല്ല പച്ച തെങ്ങ്. ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നിൽക്കുന്ന അവസാനത്തെ വീട്. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. നമ്മുടെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 പുതിയ വള്ളങ്ങൾ ഇറങ്ങിയതും അതുമായിട്ട് കടലിൽ പോയിട്ട് ഉള്ള വീഡിയോസും വല നനയ്ക്കൽ പരിപാടികളൊക്കെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലിൻ്റെയും തീരത്തിൻ്റെയും അവസ്ഥ എന്താണെന്ന് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മുടെ പൊക്കുളങ്ങര ബീച്ചിലാണ്. ഇവിടെ ഇപ്പോൾ കുഴിപ്പൻ തിരമാലകൾ നല്ല രീതിയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാൾ കാലവർഷം ശക്തമായിരുന്നില്ല. ഇപ്പോഴും കാലവർഷം ശക്തമായിട്ടൊന്നുമില്ല, എന്നാലും കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കടലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുഴിപ്പൻ തിരമാലകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കരയിലേക്ക് വെള്ളം കയറുമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമല്ല, പക്ഷേ മണലിനെ ഇങ്ങനെ കാർന്നെടുത്ത് കൊണ്ടുപോകുന്ന കുഴിപ്പൻ തിരമാലകൾ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ കഴിഞ്ഞ വർഷം വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, ഈ വർഷവും ഇത്ര നാളുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ അത് കുഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെയും ആ തെങ്ങൊക്കെ നിൽക്കുന്ന ആ ഒരു ലെവലിൽ, അതായത് ആ വീട് നിങ്ങൾക്ക് കാണാം, ആ വീടിൻ്റെ ആ ഒരു ലെവലിലാണ് നിന്നിരുന്നത് മണൽ, ഈ ഒരു മണൽ. ഇപ്പോൾ ആ കുഴിച്ചത് അവിടെ വലിയൊരു കുഴി പോലെ ആയിട്ടുണ്ട്. ഏത് നിമിഷവും തകർന്ന് വീഴാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ആ വീട് പുറത്ത് വന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിലല്ല, ഇതിനു മുമ്പ് ഞാൻ ഈ വീട് കാണിച്ചിട്ടുള്ളൊരു വീഡിയോയിൽ ആ വീട് ഏകദേശം മൂടിക്കെടുക്കായിരുന്നു. അതിൻ്റെ സൺഷെയ്ഡിൻ്റെ ആ ഒരു ഭാഗം വരെയും അതിൻ്റെ കുറച്ച് താഴെ വരെയും മണൽ മൂടിക്കെടുക്കായിരുന്നു. ഇപ്പോൾ ആ മണലെല്ലാം എടുത്തുകൊണ്ട് പോയി. അതായത് ഈ കുഴിപ്പൻ തിരമാലകൾ വന്നതോടുകൂടി ആ മണലെല്ലാം അങ്ങ് എടുത്തുകൊണ്ട് പോയി. അവിടെ നിന്ന് കുഴിച്ച് ഇവിടെ ഇങ്ങനെ കുളം പോലെ കുഴിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ആ വീട് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാം. ചുമരൊക്കെ കണ്ടില്ലേ, ചുമരൊക്കെ ഭയങ്കരമായിട്ട് തകർന്നിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങോട്ട് വീഴാൻ ചാൻസ്, ഇങ്ങോട്ട് വീഴാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പുറത്തേക്ക് വീഴാനാണ് കൂടുതൽ ചാൻസ്, കാരണം അവിടെ നിന്നാണ് ഇങ്ങനെ കുഴിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അടി തുറന്ന് പോകുമ്പോൾ അത് മിക്കവാറും അങ്ങോട്ടാണ് തകർന്ന് വീഴാനുള്ളൊരു സാധ്യതയുള്ളത്. ആ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം തകർന്ന് നിൽക്കുക കേട്ടോ. ചുമരെല്ലാം തകർന്ന് നിൽക്കുകയാണ്. ഇവിടെ അങ്ങോട്ടൊക്കെ എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വീട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി പോലും നമ്മൾ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. വീടിൻ്റെ അത്ര നല്ല വീടായിരുന്നു. വളരെ നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു വീട് കണ്ടോ, ഈ ഒരു വീടിൻ്റെ ഒരു പകുതി തൊട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നോക്കിയേ, മണ്ണിനെ ഇങ്ങനെ കുഴിച്ച് കൊണ്ടുപോയിട്ട് ഒരു മണൽത്തിട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം അങ്ങനെ കുഴിച്ച് കൊണ്ടുപോവാണ്. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ കുഴിക്കുന്നില്ല. കണ്ടോ, ഇവിടെ ശരിക്കും ഇങ്ങനെ സ്ലോപ്പാക്കിയിട്ടിരിക്കുക. അതുപോലെ കുഴിച്ചൊരു മണൽത്തിട്ട നമുക്ക് കാണുന്നില്ല. ഇവിടെ വരെ ഒരു ബോർഡറാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിക്കുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ വരുന്നത്. ഇപ്പോൾ ഈ വീട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കുഴിക്കൽ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെയും കുഴിക്കൽ തുടങ്ങും. അതായത് പുലിമുട്ടൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രതിഭാസം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് പുലിമുട്ടിൻ്റെ ഒരു വശം മണൽ കുഴിച്ചു കൊണ്ടുപോവുകയും മറുവശം കുഴിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവിടെ പുലിമുട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഭാഗത്ത് കൂടുതൽ കടലെടുത്ത് തുടങ്ങിയത്. അതുപോലെ ഒരു തടസ്സം, അതായത് കുറച്ച് കല്ലുകൾ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീട് ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കുഴിക്കൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ കടൽ കയറുന്നുണ്ട്. പക്ഷേ അതുപോലെ അവിടുത്തെ പോലെ കുഴിക്കലല്ല ഇവിടെ. ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് വടക്കോട്ട്, അതായത് ആ പുലിമുട്ടിൻ്റെ അവിടേക്ക് നടന്നു നോക്കാം. അവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു വീടുണ്ടായിരുന്നു, അവർ ആൾ താമസമുള്ള ഒരു വീടുണ്ട്
കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ. അവരിപ്പോൾ തൽക്കാലം വാടകയ്ക്ക് മാറിപ്പോയി. ഇപ്പോൾ ആ വീട് ഭയങ്കരമായിട്ട് കടൽ കയറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ആ പുലിമുട്ടിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ, അവിടെ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു വീടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിൻ്റെ സെപ്റ്റിക് ടാങ്കോ മറ്റോ ആണ് ഞങ്ങൾക്ക് എടുക്കുന്നത് കടലിൽ. വീടൊക്കെ പോയതിൻ്റെ വേറെ അടയാളങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനിതാ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വീണ്ടും കുഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുഴിക്കുന്നുണ്ട്. ഇവിടെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം 2 വീടുകൾ തകർന്ന് വീണത് കാണിച്ചതാണ്. ആ സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ആ വീടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പോലും ഇവിടെ കാണുന്നുണ്ട്. ചില കോൺക്രീറ്റ് കഷ്ണങ്ങളും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ തെളിവുകളൊന്നുമില്ല. നേരത്തെ അവിടെ കണ്ട വീട് കുറച്ച് വർഷങ്ങളായിട്ട് അത് വീഴും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇന്നോ നാളെയോ ആയിട്ട് വീഴും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വീഴും എന്നുള്ളത്. കാരണം അത് കുറേ നാളായിട്ട് ആൾതാമസമില്ല, അതുപോലെ വീഴാൻ തുടങ്ങുകയാണ്. അതുപോലെ പിന്നെയും ചിലപ്പോൾ അത് മൂടിപ്പോവും, പിന്നെയും പുറത്ത് വരും, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ ആ ഒരു വീടുണ്ടല്ലോ, കുറച്ച് നാൾ മുന്നേ വരെ ആൾതാമസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്ന ആ ഒരു വീട്, അത് തകർന്ന് വീണു. ഞാനും അത് ഇപ്പോഴാണ് കണ്ടത്. ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് അത് കാണുന്നത്. കടൽ കയറി വരുന്ന നോക്കി അത്ര ഭയാനകമായിട്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, തകർന്ന് എന്തോ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയാണ് പോണത്. കണ്ടോ, ഈ മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, ഉപ്പുവെള്ളം കയറിയിട്ട്. മുമ്പ് നല്ല പച്ചപ്പെട്ട് നിന്നിരുന്നതാണ്, ചീമക്കൊന്ന മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു വീട് അത് തകർന്ന് വീണ് കിടക്കുക. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴും കൂടെ ആ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു, തകരാതെ അതവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തകർന്നു കേട്ടോ. ആ പുലിമുട്ട് നോക്കിയാൽ ആ പുലിമുട്ടിൻ്റെ നേരെയാണ് ആ വീട്. പുലിമുട്ടിൻ്റെ നേരെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ആ വീട് നിൽക്കുന്നത്. ആ പുലിമുട്ടിൻ്റെ ഇപ്പുറം മൊത്തമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം കയറി നോക്കിയേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു തെങ്ങ്, കള്ള് ചെത്തുന്ന ഒരു തെങ്ങ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ നോക്കുമ്പോൾ നമുക്ക് ആ വീട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയേ, കംപ്ലീറ്റ്ലി തകർന്നു പോയി. ആ വീട് തകർന്ന് വീണു പോയി.